ഹായ് ഹലോ, എല്ലാവർക്കും സുഖം തന്നെയെന്ന് കരുതുന്നു. ഹാരി പോട്ടർ ആൻഡ് ദ ഫിലോസഫേഴ്സ് സ്റ്റോണിന്റെ ബാക്കി ഭാഗത്തിലേക്ക് നമുക്ക് കടന്നാലോ? നിങ്ങളുടെ എല്ലാ കമന്റ്സിനും ഒരുപാട് നന്ദിയുണ്ട്. നിങ്ങളിൽ ഓരോരുത്തരും വന്ന് എന്നോട് നെക്സ്റ്റ് വീഡിയോ എപ്പോഴാന്ന് ചോദിക്കുമ്പോൾ ഈവൻ ദാറ്റ്സ് 1 or 2 അതെനിക്ക് ഒരുപാട് സന്തോഷം തരുന്നുണ്ട്. സോ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറന്നു പോകല്ലേ പ്ലീസ്. നമ്മൾ ലാസ്റ്റ് പറഞ്ഞു നിർത്തിയത് ഹാരി പോട്ടർ ഡെഡ്ലിയുടെയും ഡേഴ്സ്ലികളുടെയും കൂടെ ഡെഡ്ലിയുടെ ബർത്ത്ഡേക്ക് സൂ കാണാൻ വേണ്ടി പോകുന്നിടത്താണ്. അപ്പോൾ നമുക്ക് ഒട്ടും വൈകാതെ ലെറ്റ്സ് ജംപ് ഇൻടു ദ സ്റ്റോറി. എന്നാൽ ഇന്ന് ഒരു തെറ്റും ചെയ്യാൻ പോകുന്നില്ല. സ്കൂൾ, തന്റെ കബേർഡ്, മിസ്സസ് ഫിഗിന്റെ കാബേജ് മണക്കുന്ന സ്വീകരണ മുറി എന്നിവയല്ലാത്ത എവിടെയെങ്കിലും ഡഡ്ലിയും പിയേഴ്സും ചേർന്ന് ദിവസം ചിലവഴിക്കുന്നത് അത്രമേൽ അമൂല്യമാണ്. വണ്ടി ഓടിക്കുമ്പോൾ അങ്കിൾ വെർണോൺ പെറ്റോണിയ അമ്മായിയോട് എന്തൊക്കെയോ പരാതികൾ പറയുകയായിരുന്നു. പരാതികൾ പറയാൻ അയാൾക്ക് വളരെ ഇഷ്ടമായിരുന്നു. ജോലി സ്ഥലത്തുള്ള ആളുകൾ, ഹാരി, കൗൺസിൽ, ഹാരി, ബാങ്ക്, ഹാരി എന്നിവയായിരുന്നു അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട വിഷയങ്ങൾ. ഇന്നത് മോട്ടോർ ബൈക്കുകളായിരുന്നു. ഓ, എന്തൊരു ശബ്ദമാണിത്! ശല്യങ്ങൾ, അയാൾ പറഞ്ഞു. ഒരു മോട്ടോർ ബൈക്ക് അതിവേഗത്തിൽ അവരെ മറികടന്നു. ഞാൻ ഇന്നൊരു മോട്ടോർ ബൈക്ക് സ്വപ്നം കണ്ടിരുന്നു, പെട്ടെന്ന് ഓർമ്മ വന്ന ഹാരി പറഞ്ഞു. അത് പറക്കുകയായിരുന്നു. അങ്കിൾ വെർണോൺ തന്റെ മുന്നിലുള്ള കാറിൽ ഇടിക്കാൻ പോയി. അയാൾ സീറ്റിൽ വലത്തേക്ക് തിരിഞ്ഞ് ഹാരിയെ നോക്കി. മീശയുള്ള ഭീമാകരമായ ഒരു ബീട്രൂട്ട് പോലെയായി അയാളുടെ മുഖം. മോട്ടോർ ബൈക്കുകൾ പറക്കില്ല, ഡഡ്ലിയും പിയേഴ്സും ചിരിച്ചു. അതില്ലെന്ന് എനിക്കറിയാം, ഹാരി പറഞ്ഞു. അതൊരു സ്വപ്നം മാത്രമായിരുന്നു. പക്ഷേ അവന് മിണ്ടാതിരുന്നാൽ മതിയായിരുന്നു എന്ന് തോന്നി. ഡേഴ്സ്ലി കുടുംബത്തിന് അവന്റെ ചോദ്യങ്ങൾ കേൾക്കുന്നതിനേക്കാൾ വെറുപ്പുള്ള ഒരു കാര്യമുണ്ടായിരുന്നെങ്കിൽ അത് ഏതെങ്കിലും ഒരു വസ്തു സാധാരണ രീതിയിലല്ലാതെ പെരുമാറുന്നു എന്ന് അവൻ പറയുന്നതാണ്. അതൊരു സ്വപ്നത്തിലായാലും കാർട്ടൂണിലായാലും അതവന് അപകടകരമായ ആശയങ്ങൾ നൽകുമെന്ന് അവർ കരുതി. നല്ല വെയിലുള്ള ഒരു ശനിയാഴ്ചയായിരുന്നു അത്. മൃഗശാല ആളുകളാൽ നിറഞ്ഞിരുന്നു. ഡേഴ്സ്ലി കുടുംബം പ്രവേശന കവാടത്തിൽ നിന്ന് ഡഡ്ലിക്കും പിയേഴ്സിനും വലിയ ചോക്ലേറ്റ് ഐസ്ക്രീമുകൾ വാങ്ങി. തുടർന്ന് വാനിലെ സ്ത്രീ ഹാരിയോട് അവനെ വേഗത്തിൽ കൊണ്ടുപോകുന്നതിനു മുമ്പ് എന്താണ് വേണ്ടതെന്ന് ചോദിച്ചതിനാൽ അവർ അവന് ഒരു വില കുറഞ്ഞ നാരങ്ങ ഐസ്ലോലി വാങ്ങി. അതും മോശമായിരുന്നില്ല. ഒരു ഗൊറില്ല തല ചൊറിയുന്നതും അതിനെ കാണാൻ ഡഡ്ലിയെ പോലെ ഉണ്ടെന്നും ചിന്തിച്ചുകൊണ്ട് ഹാരി അത് നുണഞ്ഞു. വളരെ കാലത്തിന് ശേഷം ഹാരിക്ക് ലഭിച്ച ഏറ്റവും മികച്ച പ്രഭാതമായിരുന്നു അത്. ഡേഴ്സ്ലികളിൽ നിന്ന് അല്പം അകലെ നടക്കാൻ അവൻ ശ്രദ്ധിച്ചു. അതുകൊണ്ട് ഡഡ്ലിയും പിയേഴ്സും മൃഗങ്ങളെ കണ്ടു നടന്ന് മടുപ്പ് അനുഭവിക്കാൻ തുടങ്ങി. അവർ മൃഗശാലയിലെ റെസ്റ്റോറന്റിൽ നിന്ന് ഭക്ഷണം കഴിച്ചു. ഡഡ്ലിയുടെ നിക്കർബോക്കർ ഗ്ലോറി അത്ര വലുതല്ല എന്ന് പറഞ്ഞ് അവൻ ദേഷ്യപ്പെട്ടപ്പോൾ അങ്കിൾ വെർണോൺ അവന് മറ്റൊന്ന് വാങ്ങി. ആദ്യത്തേത് ഹാരിക്ക് നൽകി. ഉച്ചഭക്ഷണത്തിന് ശേഷം അവർ ഇഴജന്തുക്കളുടെ കൂട്ടിലേക്ക് പോയി. അവിടെ തണുപ്പും ഇരുട്ടുമായിരുന്നു. ചുവരുകളിൽ മുഴുവൻ വെളിച്ചമുള്ള ജനാലകൾ ഉണ്ടായിരുന്നു. ഗ്ലാസിനു പിന്നിൽ എല്ലാത്തരം പല്ലികളും പാമ്പുകളും മരക്കഷണങ്ങൾക്കും കല്ലുകൾക്കും മുകളിലൂടെ ഇഴഞ്ഞു നീങ്ങുകയും ചെയ്തു. ഡഡ്ലിയും പിയേഴ്സും വലിയ വിഷമുള്ള മൂർഖൻ പാമ്പുകളെയും മനുഷ്യനെ കൊല്ലുന്ന കട്ടിയുള്ള പെരുമ്പാമ്പുകളെയും കാണാൻ ആഗ്രഹിച്ചു നിന്നു. ഡഡ്ലി പെട്ടെന്ന് തന്നെ ആ സ്ഥലത്തെ ഏറ്റവും വലിയ പാമ്പിനെ കണ്ടെത്തി. അങ്കിൾ വെർണോണിന്റെ കാറിൽ 2 തവണ ശരീരം കൊണ്ട് ചുറ്റി പൊടിച്ച് പപ്പടമാക്കാൻ പറ്റുന്നത്രയും വലുതായിരുന്നു അത്. പക്ഷെ ഇപ്പോൾ അത് ആ മാനസികാവസ്ഥയിലായിരുന്നില്ല. വാസ്തവത്തിൽ അത് ഗാഢനിദ്രയിലായിരുന്നു. ഡഡ്ലി ഗ്ലാസിൽ മൂക്കമർത്തി തിളങ്ങുന്ന തവിട്ടു നിറത്തിലുള്ള ചുരുളുകളിലേക്ക് നോക്കി. അതിനെ അനക്ക്, അവൻ അച്ഛനെ നോക്കി ആജ്ഞാപിച്ചു. വെർണോൺ ഗ്ലാസിൽ തട്ടി. പക്ഷേ പാമ്പ് അനങ്ങിയില്ല. ഒന്നുകൂടി, ഡഡ്ലി ഉത്തരവിട്ടു. അങ്കിൾ വെർണോൺ തന്റെ കൈമുട്ടുകൾ ഉപയോഗിച്ച് ഗ്ലാസിൽ സമർത്ഥമായി തട്ടി.
പക്ഷേ പാമ്പ് ഉറക്കം തുടർന്നു. ഇതൊരു രസവുമില്ല. ഡഡ്ലി ഞരങ്ങി. അവൻ അവിടെ നിന്ന് മാറിപ്പോയി. ഹാരി ടാങ്കിന്റെ മുന്നിലേക്ക് നീങ്ങി പാമ്പിനെ ഉറ്റുനോക്കി. ഈ മടുപ്പ് മൂലം അത് മരിച്ചിരുന്നെങ്കിലും അവൻ അത്ഭുതപ്പെടുമായിരുന്നില്ല. ദിവസം മുഴുവൻ ഗ്ലാസിൽ വിരൽ ചൂണ്ടി മണ്ടന്മാർ അതിനെ ശല്യപ്പെടുത്താൻ ശ്രമിക്കുന്നു. വേറെ ആരും കൂട്ടിനില്ലാതെ. ഒരു കിടപ്പുമുറിയായി കബേർഡ് ഉള്ളതിനേക്കാൾ മോശമായ അവസ്ഥ. അവിടെ ഒരേ ഒരു സന്ദർശക വാതിലിൽ മുട്ടുന്ന പെറ്റൂണി അമ്മായി മാത്രം. എന്നിരുന്നാലും അവന് വീടിന്റെ ബാക്കി ഭാഗങ്ങൾ സന്ദർശിക്കാനുള്ള അവസരമെങ്കിലുമുണ്ട്. പാമ്പ് പെട്ടെന്ന് അതിന്റെ കൊന്ത കണ്ണുകൾ തുറന്നു. പതുക്കെ, വളരെ പതുക്കെ അത് തല ഉയർത്തി. ഹാരിയുടെ കണ്ണുകൾക്ക് തുല്യമായി നിന്നു. അത് കണ്ണിറുക്കി. ഹാരി തുറിച്ചു നോക്കി. പിന്നെ ആരെങ്കിലും കാണുന്നുണ്ടോ എന്നറിയാൻ അവൻ പെട്ടെന്ന് ചുറ്റും നോക്കി. ആരും കാണുന്നില്ല. അവൻ പാമ്പിനെ തിരിഞ്ഞു നോക്കി കണ്ണിറുക്കി. പാമ്പ് അങ്കിൾ വെർണോണിന്റെയും ഡഡ്ലിയുടെയും നേരെ തലകുലുക്കി. തുടർന്ന് സീലിംഗിലേക്ക് കണ്ണുകൾ ഉയർത്തി. അത് ഹാരിയെ നോക്കിക്കൊണ്ട്, ഇതൊക്കെ തന്നെയാണ് എനിക്ക് എപ്പോഴും സംഭവിക്കുന്നത് എന്നർത്ഥത്തിൽ പാമ്പ് നിന്നു. എനിക്കറിയാം. ഹാരി ഗ്ലാസിലൂടെ പിറുപിറുത്തു. പാമ്പിനത് കേൾക്കാൻ കഴിയുമെന്നൊന്നും അവന് ഉറപ്പില്ലായിരുന്നു. ഇതൊക്കെ ശല്യം തന്നെയാണ്. പാമ്പ് ശക്തമായി തലയാട്ടി. ആട്ടെ, നീ എവിടെ നിന്നാണ് വരുന്നത്? ഹാരി ചോദിച്ചു. ഗ്ലാസിനടുത്തുള്ള ഒരു ചെറിയ സൈൻ ബോർഡിൽ പാമ്പ് തന്റെ വാൽ കുത്തി നിർത്തി. ഹാരി അതിലേക്ക് നോക്കി. ബോആ കോൺസ്ട്രിക്ടർ, ബ്രസീൽ. അവിടെ നല്ലതായിരുന്നോ? ബോആ കോൺസ്ട്രിക്ടർ വീണ്ടും സൈൻ ബോർഡിൽ വാൽ കൊണ്ട് കുത്തി. ഹാരി ഇങ്ങനെ വായിച്ചു: ഈ സ്പെസിമൻ മൃഗശാലയിൽ വളർത്തിയെടുത്തതാണ്. ഓ, അപ്പോ നീ ഒരിക്കലും ബ്രസീലിൽ പോയിട്ടില്ല? ഇപ്പോൾ പാമ്പ് തലയാട്ടിയപ്പോൾ ഹാരിയുടെ പിന്നിൽ നിന്ന് കാതടപ്പിക്കുന്ന ഒരു നിലവിളി കേട്ട് അവർ രണ്ടുപേരും ഞെട്ടി. ഡഡ്ലി, മിസ്റ്റർ ഡസ്ലി, വന്നീ പാമ്പിനെ നോക്ക്, ഇവിടെ വാ. ഡഡ്ലി കഴിയുന്നത്ര വേഗത്തിൽ അവരുടെ നേരെ നടന്നു വന്നു. വഴിയിൽ നിന്നും മാറടാ. ഇതും പറഞ്ഞ് അവൻ ഹാരിയുടെ വാരിയലുകളിൽ ഇടിച്ചു. ഹാരി കോൺക്രീറ്റ് തറയിൽ ശക്തമായി വീണു. പിന്നീട് സംഭവിച്ചതെല്ലാം വളരെ പെട്ടെന്നായിരുന്നു. ആരും കാണാതെയായിരുന്നു. ആ നിമിഷം പിയേഴ്സും ഡഡ്ലിയും ഗ്ലാസിൽ ചാരി നിൽക്കുകയായിരുന്നു. അടുത്ത നിമിഷം അവർ ഭയാനകമായ അലർച്ചയോടെ അതിനകത്തേക്ക് വീണു. ഹാരി എഴുന്നേറ്റിരുന്ന് സ്തബ്ധനായി. ബോആ കോൺസ്ട്രിക്ടറിന്റെ ടാങ്കിന്റെ ഗ്ലാസ് മുൻഭാഗം അപ്രത്യക്ഷമായിരിക്കുന്നു. ആ വലിയ പാമ്പ് വേഗത്തിൽ തറയിലേക്ക് ഇറങ്ങി ഇഴഞ്ഞു നീങ്ങാൻ തുടങ്ങി. ഇഴജന്തുക്കളുടെ കൂട്ടിലുടനീളം ആളുകൾ നിലവിളിച്ച് പുറത്തേക്ക് ഓടാൻ തുടങ്ങി. പാമ്പ് വേഗത്തിൽ അവനെ കടന്നു പോകുമ്പോൾ ഹാരിയോടായി ഒരു താഴ്ന്ന ചീറ്റൽ ശബ്ദത്തിൽ പറഞ്ഞു: ബ്രസീൽ, ഞാനിതാ വരുന്നു. താങ്ക്സ് അമിഗോ. ഇഴജന്തുക്കളുടെ കൂടിന്റെ സൂക്ഷിപ്പുകാരൻ ഞെട്ടിപ്പോയി. പക്ഷേ ഗ്ലാസ്, അയാൾ പറഞ്ഞുകൊണ്ടിരുന്നു. ഗ്ലാസ് എവിടെ പോയി? മൃഗശാല ഡയറക്ടർ തന്നെ പെറ്റൂണി അമ്മായിക്ക് ഒരു കപ്പ് കടുപ്പമുള്ള മധുരമുള്ള ചായ ഉണ്ടാക്കി കൊടുത്തു. അയാൾ വീണ്ടും വീണ്ടും ക്ഷമ ചോദിച്ചു. പിയേഴ്സിനും ഡഡ്ലിക്കും വളരെ കുറച്ച് മാത്രമേ സംസാരിക്കാൻ കഴിഞ്ഞുള്ളൂ. ഹാരി കണ്ടത് പ്രകാരം പാമ്പ് കടന്നു പോകുമ്പോൾ കളിയായി അവരുടെ കാലിൽ ഒന്ന് ഇടിക്കുകയല്ലാതെ മറ്റൊന്നും ചെയ്തിരുന്നില്ല. പക്ഷേ അങ്കിൾ വെർണോണിന്റെ കാലിൽ തിരിച്ചെത്തിയപ്പോൾ കഥ മാറി. തന്റെ കാൽ അത് കടിക്കാൻ നോക്കിയെന്ന് ഡഡ്ലിയും അത് തന്നെ ഞെരുക്കിക്കൊല്ലാൻ നോക്കിയെന്ന് പിയേഴ്സും പറഞ്ഞുകൊണ്ടേയിരുന്നു. എന്നാൽ ഏറ്റവും മോശമായി ഹാരിക്ക് തോന്നിയത് പിയേഴ്സ് ശാന്തനായി ഇങ്ങനെ പറഞ്ഞതാണ്. ഹാരി അതിനോട് സംസാരിക്കുകയായിരുന്നു അല്ലേ ഹാരി? ഹാരിയെ കൈകാര്യം ചെയ്യുന്നതിന് പിയേഴ്സ് വീട്ടിൽ നിന്നും സുരക്ഷിതമായി പുറത്തിറങ്ങുന്നതുവരെ അങ്കിൾ വെർണോൺ കാത്തിരുന്നു. അയാൾക്ക് സംസാരിക്കാൻ പോലും കഴിയാത്തത്ര ദേഷ്യമായിരുന്നു. അയാൾ ഇത്രമാത്രം പറഞ്ഞു: പോ കബേർഡിലേക്ക്, അവിടെ കിടന്നോളണം, ഭക്ഷണമില്ല. ഇതും പറഞ്ഞ് അയാൾ ഒരു കസേരയിൽ ഇരുന്നു. പെറ്റൂണി അമ്മായി ഓടി ഒരു വലിയ ബ്രാൻഡി കുപ്പി കൊണ്ടുവന്ന് കൊടുത്തു. ഹാരി വളരെ കഴിഞ്ഞ്
തന്റെ ഇരുണ്ട കബേർഡിൽ കിടന്നു. ഒരു വാച്ച് ഉണ്ടായിരുന്നെങ്കിൽ എന്ന് അവൻ ആഗ്രഹിച്ചു. സമയം എത്രയായെന്ന് അവൻ അറിയില്ലായിരുന്നു. ഡേഴ്സ്ലികൾ ഉറങ്ങിയോ എന്ന് അവന് ഉറപ്പില്ലായിരുന്നു. അവർ ഉറങ്ങുന്നതുവരെ കുറച്ച് ഭക്ഷണത്തിനായി അടുക്കളയിലേക്ക് പോകാൻ അവന് ധൈര്യമില്ലായിരുന്നു. അവൻ ഒരു കുഞ്ഞായിരുന്നപ്പോൾ മുതൽ, ആ കാർ അപകടത്തിൽ മാതാപിതാക്കൾ മരിച്ചപ്പോൾ മുതൽ ഏകദേശം 10 വർഷം, 10 ദുരിതപൂർണമായ വർഷങ്ങൾ ഡേഴ്സ്ലികളോടൊപ്പം ജീവിച്ചു. മാതാപിതാക്കൾ മരിച്ചപ്പോൾ കാറിലുണ്ടായിരുന്നത് അവന് ഓർമ്മയില്ലായിരുന്നു. ചില സമയം കബേർഡിൽ ദീർഘനേരം കിടന്ന് ഓർമ്മകൾ മങ്ങുമ്പോൾ അവനൊരു വിചിത്രമായ ദർശനം ഉണ്ടാവുമായിരുന്നു. ഒരു അന്ധമായ പച്ച വെളിച്ചവും നെറ്റിയിൽ കത്തുന്ന വേദനയും. ഇതായിരുന്നിരിക്കാം ആ കാർ അപകടമെന്ന് അവൻ കരുതി. പക്ഷേ പച്ച വെളിച്ചം എവിടെ നിന്നാണ് വന്നതെന്ന് അവൻ അറിയില്ലായിരുന്നു. അവന് തന്റെ മാതാപിതാക്കളെ ഒട്ടും ഓർമ്മയില്ലായിരുന്നു. അവന്റെ അമ്മായിയും അമ്മാവനും ഒരിക്കലും അവരെക്കുറിച്ച് സംസാരിച്ചിരുന്നില്ല. തീർച്ചയായും ചോദ്യങ്ങൾ ചോദിക്കുന്നതിൽ നിന്ന് അവർ അവനെ വിലക്കിയിരുന്നു. വീട്ടിൽ അവരുടെ ഫോട്ടോകളൊന്നും ഉണ്ടായിരുന്നില്ല. അവൻ ചെറുപ്പമായിരുന്നപ്പോൾ ഹാരിക്ക് ഒരു അജ്ഞാത ബന്ധു തന്നെ കൂട്ടിക്കൊണ്ടുപോകാൻ വരുന്നതായി സ്ഥിരമായി സ്വപ്നം കാണുമായിരുന്നു. പക്ഷേ അതൊരിക്കലും സംഭവിച്ചിട്ടില്ല. ഡേഴ്സ്ലി കുടുംബം അവന്റെ ഏക കുടുംബമായിരുന്നു. എന്നിരുന്നാലും ചിലപ്പോൾ തെരുവിലെ അപരിചിതർക്ക് തന്നെ അറിയാമെന്ന് അവന് തോന്നി. അല്ലെങ്കിൽ ഒരു പക്ഷേ വെറും തോന്നലായിരിക്കാം. അവരാണെങ്കിലോ വളരെ വിചിത്രരായ അപരിചിതരായിരുന്നു. ഒരിക്കൽ പെറ്റൂണിയ അമ്മായിയോടും ഡഡ്ലിയോടുമൊപ്പം ഷോപ്പിംഗ് നടത്തുന്നതിനിടയിൽ വയലറ്റ് ടോപ്പ് തൊപ്പി ധരിച്ച ഒരു ചെറിയ മനുഷ്യൻ അവനെ വണങ്ങി. ആ മനുഷ്യനെ അറിയുമോ എന്ന് ഹാരിയോട് ദേഷ്യത്തോടെ ചോദിച്ചതിനു ശേഷം പെറ്റൂണിയ അമ്മായി ഒന്നും വാങ്ങാതെ ആ കടയിൽ നിന്ന് പുറത്തിറങ്ങി. പച്ചവസ്ത്രം ധരിച്ച ഒരു വൃദ്ധയായ സ്ത്രീ ഒരിക്കൽ ഒരു ബസ്സിൽ വെച്ച് അവന് നേരെ വളരെ സന്തോഷത്തോടെ കൈവീശി കാണിച്ചു. വളരെ നീളമുള്ള പേർപ്പിൾ കോട്ട് ധരിച്ച ഒരു കഷണ്ടിക്കാരൻ കഴിഞ്ഞ ദിവസം തെരുവിൽ വെച്ച് കൈകുലുക്കി. പിന്നീട് ഒരു വാക്ക് പോലും പറയാതെ നടന്നുപോയി. ഈ ആളുകളെയെല്ലാം കുറിച്ചുള്ള ഏറ്റവും വിചിത്രമായ കാര്യം, ഹാരി ഇവരെ ഒന്ന് അടുത്തു കാണാൻ ശ്രമിച്ചപ്പോഴെല്ലാം തൊട്ടടുത്ത നിമിഷം അവർ അപ്രത്യക്ഷരായി തോന്നി എന്നതാണ്. സ്കൂളിൽ ഹാരിക്ക് ആരുമില്ലായിരുന്നു. ഡഡ്ലിയുടെ സംഘം പഴയ വസ്ത്രങ്ങളും പൊട്ടിയ കണ്ണടകളുമുള്ള ആ വിചിത്ര ഹാരി പോട്ടറിനെ വെറുത്തിരുന്നുവെന്ന് എല്ലാവർക്കും അറിയാമായിരുന്നു. ഡഡ്ലിയുടെ സംഘത്തെ എതിർക്കാൻ ആരും ഇഷ്ടപ്പെട്ടിരുന്നുമില്ല. അപ്പോൾ അധ്യായം 2 ഇവിടെ തീർന്നിരിക്കുകയാണ്. നമുക്ക് അധ്യായം 3 കടക്കാം. ദ ലെറ്റേഴ്സ് ഫ്രം നോ വൺ. ബ്രസീലിയൻ ബോവ കോൺസ്ട്രിക്ടറിന്റെ രക്ഷപ്പെടൽ ഹാരിക്ക് ഇതുവരെ ലഭിച്ചതിൽ വെച്ച് ഏറ്റവും ദൈർഘ്യമേറിയ ശിക്ഷയാണ് നേടിക്കൊടുത്തത്. വീണ്ടും തന്റെ കബേർഡിൽ നിന്ന് പുറത്തിറങ്ങാൻ അനുവദിച്ചപ്പോഴേക്കും വേനൽക്കാല അവധി ആരംഭിച്ചിരുന്നു. ഡഡ്ലി ഇതിനകം തന്റെ പുതിയ സിനിമാ ക്യാമറ തകർത്തു, റിമോട്ട് കൺട്രോൾ വിമാനം ഇടിച്ചു തകർത്തു, തന്റെ റേസിംഗ് ബൈക്കിൽ വയസ്സായ മിസസ് ഫിഗ് അവളുടെ ക്രച്ചസിൽ പ്രിവറ്റ് ഡ്രൈവ് കടക്കുമ്പോൾ ഇടിച്ചു വീഴ്ത്തുകയും ചെയ്തു. സ്കൂൾ കഴിഞ്ഞതിൽ ഹാരിക്ക് സന്തോഷമുണ്ടായിരുന്നു. പക്ഷെ എല്ലാ ദിവസവും വീട് സന്ദർശിക്കുന്ന ഡഡ്ലിയുടെ സംഘത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിഞ്ഞില്ല. പിയേഴ്സ്, ഡെനിസ്, മാൽക്കം, ഗോർഡൻ എന്നിവരെല്ലാം കാഴ്ചയിൽ വലിയവരും മണ്ടന്മാരുമായിരുന്നു. പക്ഷേ ഡഡ്ലി കൂട്ടത്തിലെ ഏറ്റവും വലിയവനും മണ്ടനുമായതിനാൽ അവനായിരുന്നു അവരുടെ നേതാവ്. ബാക്കിയുള്ളവരെല്ലാം ഡഡ്ലിയുടെ പ്രിയപ്പെട്ട കായിക വിനോദമായ ഹാരി വേട്ടയിൽ സന്തോഷത്തോടെ ചേർന്നു. അതുകൊണ്ടാണ് ഹാരി വീടിന് പുറത്ത് കഴിയുന്നത്ര സമയം ചിലവഴിച്ചത്. ചുറ്റി നടന്ന് അവധിക്കാലത്തിന്റെ അവസാനത്തെക്കുറിച്ച് ചിന്തിച്ചു. അതിലവന് ഒരു ചെറിയ പ്രതീക്ഷയും ഉണ്ടായിരുന്നു. സെപ്റ്റംബർ ആയാൽ അവൻ ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് പോകുമായിരുന്നു. ജീവിതത്തിൽ ആദ്യമായി ഡഡ്ലി കൂടെയില്ലാതെ. ഡഡ്ലിക്ക് അങ്കിൾ വെർണോണിന്റെ പഴയ സ്കൂളായ സ്മെൽറ്റിംഗിൽ സെലക്ഷൻ കിട്ടി. പിയേഴ്സ് പോൾക്കിസും അവിടേക്ക് പോവുകയാണ്. ഹാരി ആണെങ്കിലോ പ്രാദേശിക സ്കൂളായ സ്റ്റോൺവാൾ ഹൈയിലേക്കും. ഡഡ്ലി ഇതും പറഞ്ഞ് അവനെ എപ്പോഴും കളിയാക്കുമായിരുന്നു. സ്റ്റോൺവാളിലെ ആദ്യ ദിവസം അവർ കുട്ടികളുടെ തല ടോയ്ലറ്റിൽ കുത്തിവയ്ക്കും, അവൻ ഹാരിയോട് പറഞ്ഞു. മുകളിലേക്ക് വന്നാൽ നിനക്കതിന് പരിശീലനം തരാം. വേണ്ട, നന്ദി, ഹാരി പറഞ്ഞു. നിന്റെ തല താഴ്ത്തുന്ന ആ ടോയ്ലറ്റിന്റെ ഒരു ഗതി,
അതിന് ഛർദി വരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഡഡ്ലി എന്താണ് പറഞ്ഞതെന്ന് കേൾക്കാൻ നിൽക്കാതെ അവൻ ഓടി. ജൂലൈയിൽ ഒരു ദിവസം പെറ്റൂണിയ അമ്മായി ഡഡ്ലിയെ സ്മെൽറ്റിംഗ്സ് യൂണിഫോം വാങ്ങാൻ ലണ്ടനിലേക്ക് കൊണ്ടുപോയി. ഹാരിയെ മിസസ് ഫിഗിനടുത്ത് വിട്ടു. മിസസ് ഫിഗ് എന്നത്തെയും പോലെ മോശമായിരുന്നില്ല. തന്റെ പൂച്ചകളിൽ ഒന്നിന്റെ മുകളിൽ ഇടറി വീണ് അവളുടെ കാലൊടിഞ്ഞു. മുൻപത്തെ പോലെ അവൾക്ക് അവയോട് അത്ര ഇഷ്ടമില്ലെന്ന് തോന്നി. അവൾ ഹാരിയെ ടെലിവിഷൻ കാണാൻ അനുവദിക്കുകയും പഴകിയ രുചിയുള്ള ഒരു ചോക്ലേറ്റ് കേക്ക് അവന് നൽകുകയും ചെയ്തു. അന്ന് വൈകുന്നേരം ഡഡ്ലി തന്റെ പുതിയ യൂണിഫോമിൽ വീട്ടുകാരെ കാണിക്കാൻ സ്വീകരണ മുറിയിൽ ഒരു പരേഡ് തന്നെ നടത്തി. സ്മെൽറ്റിംഗ്സിലെ ആൺകുട്ടികൾ മെറൂൺ ടെയിൽ കോട്ടുകളും ഓറഞ്ച് നിക്കർ ബോക്കറുകളും വോട്ടേഴ്സ് എന്നറിയപ്പെടുന്ന പരന്ന വൈക്കോൽ തൊപ്പികളും ധരിച്ചിരുന്നു. അധ്യാപകർ കാണാത്ത സമയത്ത് പരസ്പരം അടിക്കാൻ ഉപയോഗിക്കുന്ന വടികളും അവർ കൈവശം വച്ചിരുന്നു. പിന്നീടുള്ള ജീവിതത്തിന് ഇത് നല്ലൊരു പരിശീലനമായിരിക്കുമെന്ന് അവർ പറയുന്നു. പുതിയ നിക്കർ ബോക്കറുകളിൽ ഡഡ്ലിയെ നോക്കുമ്പോൾ അമ്മാവൻ വെർണോൺ അത് തന്റെ ജീവിതത്തിലെ ഏറ്റവും അഭിമാനകരമായ നിമിഷമാണെന്ന് ചിരിച്ചുകൊണ്ട് പറഞ്ഞു. പെറ്റൂണിയ അമ്മായി ആകട്ടെ ഇത് തന്റെ ഡഡ്ലിക്കിൻസ് ആണെന്ന് വിശ്വസിക്കാൻ കഴിയുന്നില്ലെന്ന് പറഞ്ഞ് കണ്ണീർ പൊഴിച്ചു. അവൻ വളരെ സുന്ദരനും വളർന്നു പോയെന്നും അവൾ കൂട്ടിച്ചേർത്തു. ഹാരിക്ക് സംസാരിക്കാൻ പോലും തോന്നിയില്ല. ചിരിക്കാതിരിക്കാൻ ശ്രമിച്ചതിനാൽ തന്റെ 2 വാരിയെല്ലുകൾ ഇതിനകം പൊട്ടിയിരിക്കാമെന്ന് അവന് തോന്നി. പിറ്റേന്ന് രാവിലെ ഹാരി പ്രഭാത ഭക്ഷണത്തിനായി അടുക്കളയിലേക്ക് പോയപ്പോൾ ഒരു അസഹനീയമായ മണം ഉണ്ടായിരുന്നു. സിങ്കിലെ ഒരു വലിയ ലോഹപാത്രത്തിൽ നിന്നാണ് അത് വരുന്നതെന്ന് തോന്നി. അവൻ അതൊന്ന് നോക്കാൻ പോയി. ചാരനിറത്തിലുള്ള വെള്ളത്തിൽ നീന്തുന്ന വൃത്തികെട്ട തുണിക്കഷ്ണങ്ങൾ പോലെ തോന്നിക്കുന്ന എന്തോ ഒന്ന് പാത്രത്തിൽ നിറഞ്ഞിരുന്നു. ഇതെന്താ? അവൻ പെറ്റൂണിയ അമ്മായിയോട് ചോദിച്ചു. അവൻ ഒരു ചോദ്യം ചോദിക്കാൻ ധൈര്യപ്പെട്ടാൽ അവളുടെ ചുണ്ടുകൾ എപ്പോഴും മുറുകും പോലെ മുറുകി. നിന്റെ പുതിയ സ്കൂൾ യൂണിഫോം, അവൾ പറഞ്ഞു. ഹാരി വീണ്ടും പാത്രത്തിലേക്ക് നോക്കി. ഓ, അവൻ പറഞ്ഞു. ഇതിത്ര നനഞ്ഞിരിക്കണമെന്ന് എനിക്കറിയില്ലായിരുന്നു. മണ്ടത്തരം പറയണ്ട, പെറ്റൂണിയ അമ്മായി പറഞ്ഞു. ഡഡ്ലിയുടെ പഴയ ചില സാധനങ്ങൾ ഞാൻ നിനക്ക് വേണ്ടി ചാരനിറത്തിൽ ചായം പൂശുകയാണ്. അത് ചെയ്തു തീർന്നാൽ മറ്റുള്ളവരുടെ പോലെ തന്നെയാകും. ഹാരിക്ക് ഇതിൽ വളരെയധികം സംശയമുണ്ടായിരുന്നു. പക്ഷേ തർക്കിക്കാതിരിക്കുന്നതാണ് നല്ലതെന്ന് അവൻ കരുതി. സ്റ്റോൺവാൾ ഹൈയിലെ തന്റെ ആദ്യ ദിവസം താൻ എങ്ങനെ ഇരിക്കുമെന്ന് ചിന്തിക്കാതിരിക്കാൻ അവൻ മേശയ്ക്കരികിലിരുന്ന് ശ്രമിച്ചു. ഒരുപക്ഷെ പഴകിയ ആനത്തോൽ കഷ്ണങ്ങൾ ധരിച്ചതുപോലെ ആയിരിക്കും. ഹാരിയുടെ പുതിയ യൂണിഫോമിൽ നിന്നുള്ള ഗന്ധം കാരണം ചുളിഞ്ഞ മൂക്കുകളോടെ ഡഡ്ലിയും അങ്കിൾ വെർണോണും അകത്തേക്ക് വന്നു. പതിവ് പോലെ അങ്കിൾ വെർണോൺ തന്റെ പത്രം തുറന്നു. ഡഡ്ലി എല്ലായിടത്തും കൊണ്ടുപോകുന്ന തന്റെ സ്മെൽറ്റിംഗ് സ്റ്റിക്ക് കൊണ്ട് മേശപ്പുറത്ത് അടിച്ചു. ലെറ്റർ ബോക്സിന്റെ ക്ലിക്ക് ശബ്ദവും ഡോർമെറ്റിൽ കത്തുകൾ ഫ്ലോപ്പ് ചെയ്യുന്ന ശബ്ദവും അവർ കേട്ടു. പോസ്റ്റ് എടുക്കൂ ഡഡ്ലി, അങ്കിൾ വെർണോൺ തന്റെ പേപ്പറിന്റെ പിന്നിൽ നിന്ന് പറഞ്ഞു. ഹാരിയോട് പറ. പോസ്റ്റ് എടുക്കൂ ഹാരി. ഡഡ്ലിയോട് പറ. ഡഡ്ലി, നിന്റെ സ്മെൽറ്റിംഗ് സ്റ്റിക്ക് വെച്ച് അവനൊരെണ്ണം കൊടുക്ക്. ഹാരി സ്മെൽറ്റിംഗ് സ്റ്റിക്കിൽ നിന്ന് ഒഴിഞ്ഞു മാറി പോസ്റ്റ് എടുക്കാൻ പോയി. പടിക്കൽ 3 സാധനങ്ങൾ ഉണ്ടായിരുന്നു. ഐൽ ഓഫ് വൈറ്റിൽ അവധിക്കാലം ആഘോഷിക്കുകയായിരുന്ന അങ്കിൾ വെർണണിന്റെ സഹോദരി മാർജിൽ നിന്നുള്ള ഒരു പോസ്റ്റ് കാർഡ്, ബിൽ പോലെ തോന്നിക്കുന്ന ഒരു തവിട്ടു നിറത്തിലുള്ള കവർ, പിന്നെ ഹാരിക്ക് വേണ്ടിയുള്ള ഒരു കത്ത്. ഹാരി അതെടുത്ത് അതിലേക്ക് നോക്കി. അവന്റെ ഹൃദയം ഒരു ഭീമാകരമായ ഇലാസ്റ്റിക് ബാൻഡ് പോലെ വലിഞ്ഞു. ജീവിതത്തിലുടനീളം ആരും അവന് കത്തെഴുതിയിട്ടില്ല. ആരാണ് അവൻ എഴുതേണ്ടത്? അവന് സുഹൃത്തുക്കളോ മറ്റു ബന്ധുക്കളോ ഉണ്ടായിരുന്നില്ല. അവൻ ലൈബ്രറിയിൽ ചേർന്നിരുന്നില്ല. അതിനാൽ പുസ്തകങ്ങൾ തിരികെ നൽകണമെന്ന് ആവശ്യപ്പെട്ടു പോലും അവന് ഒരിക്കലും കത്തുകൾ ലഭിച്ചിരുന്നില്ല. എന്നിട്ടും ഇതാ ഒരു കത്ത്. ഒരു തെറ്റും സംഭവിക്കാൻ പാടില്ല എന്ന ധാരണയിൽ വളരെ വ്യക്തമായി അഭിസംബോധന ചെയ്തിരിക്കുന്നു. മിസ്റ്റർ എച്ച് പോട്ടർ, ദ കബേർഡ് അണ്ടർ ദ സ്റ്റെയർസ്, 4 Privet Drive, Little Winging, Surrey.
കവർ കട്ടിയുള്ളതും ഭാരമുള്ളതുമായിരുന്നു. മഞ്ഞ നിറത്തിലുള്ള കടലാസ് കൊണ്ട് നിർമ്മിച്ചതായിരുന്നു. വിലാസം മരതക പച്ച മഷിയിലാണ് എഴുതിയിരുന്നത്. സ്റ്റാമ്പ് ഇല്ലായിരുന്നു. കൈ വിറച്ചുകൊണ്ട് കവർ മറിച്ചപ്പോൾ ഹാരി ഒരു പേർപ്പിൾ മെഴുകുമുദ്രയും അതിൽ ഒരു സിംഹം, ഒരു കഴുകൻ, ഒരു ബാഡ്ജർ, പിന്നെ ഒരു പാമ്പും ചുറ്റിയ രീതിയിൽ ഒരു വലിയ എച്ച് എന്ന അക്ഷരവും കണ്ടു. ഓക്കെ, അപ്പോൾ ചാപ്റ്റർ 3യുടെ ബാക്കി കേൾക്കാൻ നിങ്ങൾ നെക്സ്റ്റ് വീഡിയോ വരെ കാത്തിരിക്കുമെന്ന് ഞാൻ കരുതുന്നു. അതുവരെ എല്ലാവരും സ്റ്റേ ഹെൽത്തി, സ്റ്റേ സേഫ്. താങ്ക് യു.